എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു 25 വയസ്സ് വരെ ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊന്നും ശരിയല്ല, ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇനി ഞാനും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്റെ ലൈഫിൽ ഇത്രയും സ്ട്രഗിൾസ് ഉണ്ടാവണം, എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം തന്നെ, ഒരു ചില പ്രശ്നങ്ങൾ എന്റെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾസ് ഉണ്ടാവണ, പ്രോബ്ലംസ് ഉണ്ടാവണ, അത് മാത്രമേ ഉള്ളൂ എന്തോ നമുക്ക് തോന്നും. എന്നെങ്കിലും ഒരു ദിവസം ടെൻഷൻ അടിക്കാതെയും അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഇല്ലാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്തോ ഒരു അത്ഭുതം പോലെയാണ്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന, ദൈവം എവിടെ, അടുത്ത പ്രശ്നം എവിടെ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് 25-ാമത്തെ വയസ്സിൽ എല്ലാ പരീക്ഷണങ്ങളും എല്ലാ ഹെൽപ്പും എല്ലായിടത്തും ഓടി നടന്ന അവസാനം മടുത്ത് ദൈവം എന്നുള്ള ഒരു ഹെൽപ്പിലേക്ക് ഞാൻ എത്തുന്നത്. അങ്ങനെയാണ് റിട്രീറ്റ് കൂടുന്നതും ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുന്നതും ഒക്കെ. ദൈവത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു മൊമെന്റ് ഉണ്ടാകുന്നത്. ആ ഒരു മൊമെന്റിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ജോസഫിന്റെ കഥയുണ്ട് ബൈബിളിൽ അല്ലെ. നിങ്ങൾ എനിക്ക് ദ്രോഹം ചെയ്തു, പക്ഷെ ദൈവം എനിക്കത് നന്മയായി പരിണമിപ്പിച്ചു എന്ന് പറയും. അതായത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യരുടെ ലൈഫിൽ സ്ട്രഗിൾ ഉണ്ടാവുന്നത് എന്നുള്ളതിന് കാരണം പറഞ്ഞു തരുന്ന ഇടമാണ് ആത്മീയത. അപ്പൊ ഞാൻ മിക്കപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ ലൈഫ് ചൈൽഡ്ഹുഡ് മുതൽ നിങ്ങൾ അനുഭവിച്ചു വരുന്ന കാര്യങ്ങൾ, എനിക്ക് എന്തുകൊണ്ടാണ് ഈ പാരന്റ്സിന് കിട്ടി, ഞാൻ എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ജനിച്ചത്, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ട്രാജിക് ആയിട്ടുള്ള ലൈഫ് ഇവന്റ്സ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത, എന്തുകൊണ്ടാണ് ജോലിക്ക് കൃത്യമായിട്ട് കിട്ടാത്തത്, മറ്റുള്ളവരുടെ ലൈഫ് പോലെ എന്റെ ലൈഫ് എന്തുകൊണ്ടാവുന്നില്ല, എന്റെ കൂടെയുള്ളവരൊക്കെ പഠിച്ച് വലിയ നിലയിലെത്തി ഞാൻ എവിടെ എത്തുന്നില്ല, ഞാൻ മാത്രം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ലോകത്തിന്റെ കാഴ്ചപ്പാട്. ബട്ട് ഇതെല്ലാം നിങ്ങളെ ദൈവം വേറെ ഒരു പാത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളങ്ങളാണ്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ പ്രകാശമാണെന്ന് പറയും. അതൊരു സ്പിരിച്വൽ ടേമാണ്. അതായത് നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കുഴപ്പമില്ലാത്ത ലൈഫ് ജേർണി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപത്തറ്റിക് ആവുക എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ ഒരു 10 പേരെ എടുക്കുമ്പോൾ അതിനകത്ത് ഒരാൾ മാത്രം സക്സസ്ഫുൾ അല്ലാതെ കാണുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരാണ് കുഴപ്പമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവരിലൂടെ ആയിരിക്കും ദൈവം ചിലപ്പോ ഒരുപാട് മനുഷ്യന്മാരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തോ ചെയ്യാനുണ്ട് ഈ ഭൂമിയിൽ. നിങ്ങളിലൂടെ ദൈവം ബ്ലെസ്സിങ്സ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് മനുഷ്യരുണ്ട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അവനവന്റെ കാര്യം മാത്രം നോക്കി അവനവന്റെ ഹാപ്പിനെസ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണെന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന ഈ സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യന്മാരെ ആര് സഹായിക്കും? എല്ലാവരും സെൽഫിഷ് ആയി കഴിഞ്ഞാൽ ഈ സെൽഫ്ലെസ് ആയിട്ട് നിലനിൽക്കേണ്ട കുറച്ച് മനുഷ്യന്മാരുണ്ട്. എങ്കിൽ മാത്രം നമുക്ക് ഇവരൊക്കെ ഇറങ്ങി സഹായിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറെ പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ധൈര്യമായിട്ട് മരിക്കാം. സ്വർഗത്തിൽ പോകുന്ന അറിയില്ല, പക്ഷെ എന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് നിങ്ങളുടെ സ്ട്രഗിളുകൾക്ക് പുറകിൽ ദൈവത്തിന് പറയാൻ ഒരു കാരണമുണ്ട്. ആ കാരണം കണ്ടുപിടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫിനെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയും, ജോസഫ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ബൈബിളിൽ എഴുതിയ പോലെ, തന്ന എല്ലാ ദുരിതങ്ങൾക്കും നന്ദി.